പിറ്റേന്നായിരുന്നു ചന്തുവിന്റെ പെണ്ണുകാണൽ. രാധികയെ ഉണ്ണിയമ്മയും ചന്തുവും വിളിച്ചിരുന്നു. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ രാധിക വരാമെന്നേറ്റു. വേറെ ആണുങ്ങൾ കാരണവറായിട്ടില്ലാത്തതിനാൽ രാംഗോപാലിനെ ചന്തു പ്രത്യേകം ക്ഷണിച്ചു. കാലൊക്കെ സുഖമായി വരുന്നതിനാൽ അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചു. അവരുടെ കാറിലായിരുന്നു യാത്ര. മേലങ്ങാടിയിൽ പലവ്യഞ്ജന കട നടത്തുന്ന ഭാസ്കരന്റെ മകൾ മഞ്ജിമയായിരുന്നു പെണ്ണ് കാണാൻ പോയത്. സാധാരണ ഒരു നില വാർത്ത വീടായിരുന്നു ഭാസ്കരൻ്റേത്. നല്ല അന്തരീക്ഷമായിരുന്നു അവിടെ. വരൂ, അകത്തേക്ക് വരൂ. ഭാസ്കരൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ഭാസ്കരന്റെ ഭാര്യ ദേവകി അവരെ നോക്കി പുഞ്ചിരിച്ചു. ഇതെന്റെ ഭാര്യ ദേവകി, മകൻ മനു. മൂത്തതാണ്, ഇളയവളാണ് മഞ്ജു, അയാൾ സന്തോഷത്തോടെ പറഞ്ഞു. ചന്തു താല്പര്യമില്ലാതെ ഫോണിൽ നോക്കിയിരുന്നപ്പോൾ വൈദു അവന്റെ കയ്യിലൊരു തട്ട് കൊടുത്തു. ചന്തു അവളെ കൂർപ്പിച്ചു നോക്കി. വലിയ ജാട കാണിക്കുന്നു, ചിരിക്കുന്നതായിട്ട് അഭിനയിക്കെങ്കിലും ചെയ്യും, വൈദു അവനോട് പതുക്കെ പറഞ്ഞു. ചന്തു പല്ല് മുഴുവൻ വെളിയിൽ കാണിച്ച് ഇളിച്ചു. മതിയോ? പറഞ്ഞിട്ട് കാര്യമില്ല എന്നതുപോലെ വൈദു നേരെയിരുന്നു. സാരിയെടുത്ത് അധികം ചമയങ്ങളൊന്നുമില്ലാതെ മുഖം കുനിച്ചു നിൽക്കുന്ന പെൺകുട്ടിയെ ചന്തു നോക്കി. ഒരു തേപ്പ് മണക്കുന്നുണ്ടല്ലോ വൈദുവേ, ചന്തു പതുക്കെ വൈദുവിനോടായി പറഞ്ഞു. മഞ്ജിമ എല്ലാവർക്കും ചായ കൊടുത്തിട്ട് മാറി നിന്നു. രണ്ടാൾക്കും പരസ്പരം എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലാവാം. ബ്രോക്കർ പറഞ്ഞപ്പോൾ ചന്തു ആദ്യം എണ്ണീറ്റ് പുറത്തേക്ക് പോയി. പിന്നാലെ മടിയോടെ മഞ്ജിമയും. കുട്ടിക്ക് എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ? ആദ്യം തന്നെ അവളോട് ചന്തു ചോദിച്ചു. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. തനിക്ക് എന്ത് വേണമെങ്കിലും പറയാം. തന്നെ പോലെ തന്നെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാനും വന്നത്. അവൾ ആശ്വാസത്തോടെ അവനെ നോക്കി. എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ പറയാനിരുന്നപ്പോഴാണ് അച്ഛൻ പെട്ടെന്ന് പെണ്ണുകാണലിൻ്റെ കാര്യം പറഞ്ഞത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അറിഞ്ഞുകൊണ്ട് വിഡ്ഢിയാക്കിയതല്ല, അവൾ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. തന്നെ കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചിരുന്നു ഇങ്ങനെ തന്നെയായിരിക്കുമെന്ന്. തൻ്റെ കാര്യം സെറ്റാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. സന്തോഷത്തോടെ വരുന്നവനെ വൈദു പുഞ്ചിരിയോടെ നോക്കി. അവൾ വിചാരിച്ചത് ചന്തുവിനും മഞ്ജിമയെ ഇഷ്ടമായി എന്നതായിരുന്നു. എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു വിവാഹത്തിന് മനസ്സുകൊണ്ട് ഒരുക്കമല്ലായിരുന്നു. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാനിവിടെ വന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടക്കില്ല. എല്ലാവരും പകപ്പോടെ അവനെ നോക്കി. മഞ്ജിമ തല കുനിച്ചു നിൽക്കുന്നത് കണ്ട് ഉണ്ണിയമ്മ അവനെ ദേഷ്യത്തോടെ നോക്കി. പിന്നെ ഈ കുട്ടിക്ക് മറ്റുള്ള ഇഷ്ടവുമാണ്. ദയവ് ചെയ്ത് പ്രണയിക്കുന്നവരെ തമ്മിൽ അകറ്റരുത്. ആരായാലും നിങ്ങൾ അവരുടെ വിവാഹം നടത്തി കൊടുക്കണം. എന്നാൽ ശരി, നമുക്കിറങ്ങാം അമ്മേ. ചന്തു അതും പറഞ്ഞെഴുന്നേറ്റപ്പോൾ ഭാസ്കരൻ തല കുനിച്ചിരുന്നു. തിരിച്ചുള്ള യാത്രയിൽ ഉണ്ണിയമ്മ മുഖം വീർപ്പിച്ച് ഒന്നും മിണ്ടാതെയിരുന്നു. പെണ്ണ് കാണാൻ പോയ പെണ്ണിന്റെ കല്യാണം നടത്താൻ പറഞ്ഞിട്ട് വന്ന ആദ്യത്തെ ആൾ ഏട്ടനായിരിക്കും, വൈദു അവനെ നോക്കി കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ എന്തു വേണമായിരുന്നു? കല്യാണത്തിൻ്റെ അന്ന് പെണ്ണ് ഒളിച്ചോടി പോകുമ്പോൾ നാട്ടുകാർക്ക് മുന്നിൽ തല കുലിച്ചു നിൽക്കണോ? അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാതെയാണ് ഞാൻ ശ്രമിച്ചത്. ചന്തു പറഞ്ഞപ്പോൾ ഉണ്ണിയമ്മ വല്ലായ്മയോടെ അവനെ നോക്കി. മോൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ആരെയും നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കരുത്. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമാണ് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്. വിക്രമിൻ്റെ അച്ഛൻ വേദനയോടെ പറഞ്ഞപ്പോൾ വൈദു പിടച്ചിലോടെ മുഖം തിരിച്ചു. ഉണ്ണിയമ്മയ്ക്ക് കുറ്റബോധം തോന്നി. ചന്തുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും വൈദു ഉണ്ടോ? ഉണ്ണിയമ്മ ഒരു നിമിഷം ആലോചിച്ചു. രാത്രിയിൽ ഉമ്മറത്തിരിക്കുകയായിരുന്ന ചന്തുവിൻ്റെ അടുത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ചന്തു ഉണ്ണിയമ്മയെ നോക്കി ചോദിച്ചു. ചന്തു, എന്താ നിന്റെ മനസ്സിൽ? വരുന്ന ആലോചനയൊക്കെ ഇങ്ങനെ ഒഴിവാക്കി വിടുന്നു. വയസ്സ് എത്രയായി നിനക്കിപ്പോ? ഉണ്ണിയമ്മ ഈർഷ്യയോടെ ചോദിച്ചു. എനിക്കിപ്പോ വിവാഹമൊന്നും വേണ്ട. അത് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ. വൈദു ആണോ നിന്റെ മനസ്സിൽ ഇപ്പോഴും? ഉണ്ണിയമ്മ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഒരിക്കലും അല്ലമ്മേ. അവൾ ഒരിക്കലും എന്നെ ഏട്ടനായിട്ടല്ലാതെ മറ്റൊരു സ്ഥാനത്തും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഇഷ്ടമൊക്കെ എന്നേ ഞാൻ കുഴിച്ചുമൂടി. വൈദുവിന് നല്ലൊരു ജീവിതം ഉണ്ടായിട്ട് ഞാൻ ആലോചിക്കാം. അതുവരെ അമ്മ എനിക്കൊരു കല്യാണം ഒന്നും നോക്കണ്ട. അവളെ വീണ്ടും അനാഥത്വത്തിലേക്ക് തള്ളിവിടാൻ പറ്റില്ല. അമ്മാവനെ പോയിട്ടുള്ളൂ. അവൾക്കിനി രക്തബന്ധം എന്ന് പറയാൻ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ചന്തു അത് പറഞ്ഞപ്പോൾ ഉണ്ണിയമ്മയ്ക്ക് കണ്ണു നിറഞ്ഞു. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ചന്തുവിന്റെ കാര്യം അനുവിനോടും സഞ്ജുവിനോടും പറയുകയായിരുന്നു വൈദു. പുള്ളിക്കാരന്റെ മനസ്സിൽ ഇപ്പോഴും നീയാണോ തന്നെ? അനു വൈദുവിനെ നോക്കി ചോദിച്ചു. ഏയ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങ് ഇവളുടെ എക്സിനെ വിളിച്ച് ഒരു കോംപ്രമൈസിന് ശ്രമിക്കില്ലല്ലോ. സഞ്ജു ഗൗരവത്തോടെ പറഞ്ഞു. ഇടി വൈദു, അങ്ങനെ ഞാൻ കിട്ടിക്കൊള്ളാടി. ഒരു കണ്ണിൽ പറയുന്നവളെ വിളിച്ചു നോക്കി സഞ്ജു. ഈ വൈദു സമ്മതിച്ചേക്കില്ലടി, അങ്ങേരെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകല്ലോ. സഞ്ജു പറഞ്ഞപ്പോൾ അനു അവനെ അടിക്കാൻ ഓങ്ങി.
നീയാണ് ഇവിടുത്തെ MD, അല്ലാതെ ഹിരൺമയി അല്ല. അല്ലെങ്കിലും ലീവ് തരുന്നത് MD അല്ലല്ലോ. വൈദുവും വിട്ടുകൊടുത്തില്ല. വിക്രം അവളെ രൂക്ഷമായി നോക്കി. അവൾ ടേബിൾ ഒതുക്കി നിൽക്കുന്നത് പോലെ നിന്നു. വിക്രം പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് അവനോട് വലിച്ചു ചേർത്തു. അവൾ പകപ്പോടെ അവനെ നോക്കി. എൻ്റെ കൂടെയാണ് നീ ജോലി ചെയ്തത്, അതുകൊണ്ട് എന്ത് ചെയ്താലും ഞാൻ അറിയണം. അഹങ്കാരം കാണിച്ചാ അതിനുള്ള പണിഷ്മെന്റ് കൂടി വാങ്ങാൻ റെഡിയായിക്കോ. വിക്രം അവളുടെ മുഖത്തേക്ക് മുഖമടിപ്പിച്ചപ്പോൾ വൈദു കണ്ണുകൾ മുറുക്കി അടച്ചു നിന്നു. കുറച്ചു കഴിഞ്ഞ് ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി. അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ. എന്താ, നീ കിസ് പ്രതീക്ഷിച്ചോ? അങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയാൻ ഉള്ളതല്ലടി എൻ്റെ കിസ്. വൈദു ദേഷ്യത്തോടെ അവനെ പിടിച്ചു തള്ളി. ഇങ്ങനെ പിടിച്ചു ചേർത്ത് നിർത്തുന്നത് തലോടനല്ലാതെ ബോധം എനിക്കുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നേ തൻ്റെ വയറ്റിൽ ഞാൻ സർജറി അങ്ങ് നടത്തിയേനെ, ഷുഗറിൻ്റെ ഡോക്ടറെ. കയ്യിലിരുന്ന കത്രിക കാണിച്ചു പറയുന്നവളെ മിഴിച്ചു നോക്കി വിക്രം. എടി, നീ അത്രയ്ക്കായോ? വിക്രം അവളെ പിടിക്കാൻ നോക്കിയതും അവൾ കുതറിയോടി വാതിലിൻ്റെ അടുത്തെത്തിയതും വാതിൽ തുറന്ന് ഹിരൺമയി വന്നിരുന്നു. എന്താ ഇവിടെ? രണ്ടിൻ്റെയും നിൽപ്പത്ര പന്തിയല്ലെന്ന് കണ്ട് ഹിരൺമയി ചോദിച്ചു. സാർ, ഇയാൾ എന്നെ കിസ് ചെയ്യാൻ നോക്കി. വൈദു മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് ഹിരൺമയുടെ അടുത്തേക്ക് വന്നു. ഹിരൺമയി പകപ്പോടെ വിക്രത്തെ നോക്കി. വിക്രം തറഞ്ഞു നിൽക്കുകയായിരുന്നു. വൈദു വിരലിനിടയിലൂടെ വിക്രത്തെ നോക്കി. കുഞ്ഞാ, നീ എന്ത് തോന്നിയാസമാണ് കാണിച്ചത്? ഹിരൺമയി ദേഷ്യത്തിൽ അവനോട് ചോദിച്ചു. ഏട്ടാ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇവള് വെറുതെ പറയുന്നതാ. വിക്രം ദയനീയമായി ഹിരൺമയെ നോക്കി പറഞ്ഞു. വൈദു അവന്റെ പിന്നിൽ നിന്നുകൊണ്ട് വിക്രത്തെ നോക്കി കൊഞ്ഞനം കുത്തി. കൊപ്പ. അവൻ മുന്നോട്ട് വന്നപ്പോൾ ഹിരൺമയി അവന്റെ മുന്നിൽ വന്നു നിന്നു. മതി, ഇതുവരെ നിന്റെ കളിതമാശയായിട്ടേ ഞാനെല്ലാം കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് കണ്ണടച്ച് നിന്നത്. ഉർവശി, താൻ പഴയ സ്ഥലത്തേക്ക് ഡ്യൂട്ടിക്ക് പോയിക്കോ, നിനക്ക് അസിസ്റ്റന്റിനെ ഞാൻ വേറെ തരാം. അവൾ കണ്ണ് തുടയ്ക്കുന്നത് പോലെ നിന്നിട്ട് തലയാട്ടി. വിക്രം പല്ല് കടിച്ചുകൊണ്ട് അവളെ നോക്കി. ഹിരൺമയി ഇറങ്ങിപ്പോയപ്പോൾ വൈദു കൈ കെട്ടി നിന്ന് വിക്രത്തെ നോക്കി. എന്നോട് കളിച്ചാ ഇങ്ങനെയിരിക്കും. അപ്പോൾ ശരി ഷുഗർ ഡോക്ടറെ. വൈദു ബാഗുമെടുത്ത് അവന് ടാറ്റയും കൊടുത്ത് ഇറങ്ങിപ്പോയപ്പോൾ വിക്രം മുഷ്ടി ചുരുട്ടി ഭിത്തിയിലിടിച്ചു. കോണിച്ച് തരടി യക്ഷി നിനക്ക് ഞാൻ. വിക്രം താടിയൊഴിഞ്ഞ് ഗൂഢമായി ചിരിച്ചു. കളക്ഷനിലേക്ക് തിരിച്ചു വന്ന വൈദുവിനെ അനു സംശയത്തോടെ നോക്കി. നിനക്ക് പിന്നെയും ഡ്യൂട്ടി മാറ്റിയോ? മാറ്റിയതല്ല, മാറ്റിച്ചതാ, കണ്ണുറുക്കിക്കൊണ്ട് പറയുന്നവളെ അനു സംശയത്തോടെ നോക്കി. ഊണ് കഴിക്കാൻ പോകുമ്പോൾ പറയാം, വൈദു പറഞ്ഞുകൊണ്ട് ചിരിയോടെ നിന്നു. രാധികയ്ക്ക് ഇന്ന് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. വിക്രത്തെയാണ് കാണിക്കുന്നത്. പക്ഷേ പതിവിന് വിപരീതമായി കൂടെ വരുന്നയാളെ കണ്ട് വൈദു തറഞ്ഞു നിന്നു. അമ്മേ, മാറി നിന്ന് ഫോൺ ചെയ്യുന്നവനെ നോക്കി വൈദു രാധികയെ വിളിച്ചു. സ്വയം എൻ്റെ കൂടെ വന്നതാ മോളെ, വരണ്ടെന്ന് പലവട്ടം പറഞ്ഞതാ, കേട്ടില്ല. രാധിക വൈദുവിനെ നോക്കി പറഞ്ഞു. ചിലരൊക്കെ അവൻ്റെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. ഒടുവിൽ വിക്കി രാധികയുടെ അടുത്തേക്ക് വന്നു. വൈദേഹി. വൈദു പോകാൻ ശ്രമിച്ചപ്പോൾ അവൻ അവളെ വിളിച്ചിരുന്നു. ആദ്യമായി അവൻ തൻ്റെ പേര് വിളിച്ചതിൽ പകപ്പോടെ വൈദു തിരിഞ്ഞു നോക്കി. നിൽക്കടോ, എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട്, അതിനുവേണ്ടി കൂടിയാണ് ഞാൻ വന്നത്. വൈദു അവൻ്റെ മുഖത്തേക്ക് നോക്കി. അമ്മയ്ക്ക് ടോക്കണായി. രാധികയുടെ ടോക്കൺ വിളിച്ചപ്പോൾ വൈദു പറഞ്ഞുകൊണ്ട് നഴ്സിൻ്റെ കയ്യിൽ OP ടിക്കറ്റ് കൊടുത്തു. രാധികയുടെ കൂടെ വൈദു അകത്തേക്ക് കയറി. കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് വിക്രം തിരിഞ്ഞു നോക്കിയത് വൈദുവിൻ്റെ മുഖത്തേക്കായിരുന്നു. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. പിന്നീടാണ് രാധികയെ ശ്രദ്ധിച്ചത്. അവനുടനെ പുഞ്ചിരിയോടെ രാധികയെ നോക്കി. വൈദുവിൻ്റെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷനുള്ളതുപോലെ വിക്രത്തിന് തോന്നി. നേരത്തെ എരിഞ്ഞു നിന്ന പെണ്ണല്ല ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. പെട്ടെന്ന് എന്തു പറ്റി ആൻറ്റി? വിക്രം രാധികയോടെന്ന പോലെ വൈദുവിനെ നോക്കി ചോദിച്ചു. ചെറിയൊരു തലകറക്കം. വിക്രം ഉടനെ BP ചെക്ക് ചെയ്തു. BP കുറച്ച് കൂടുതലാണല്ലോ, എന്തു പറ്റി ടെൻഷന്? വിക്രം അത് ചോദിച്ചപ്പോഴേക്കും വിക്കി ഡോർ തുറന്നു കയറി വന്നു. ഇരുവരും വർഷങ്ങൾക്ക് ശേഷം പരസ്പരം കണ്ട നിമിഷമായിരുന്നു അത്. വൈദു രണ്ടുപേരെയും മാറി മാറി നോക്കി. വിക്രം വിക്കിയെ കാണാത്തതുപോലെ രാധികയെ നോക്കി. വിക്കി തറഞ്ഞു നിൽക്കുകയായിരുന്നു. 8 വർഷങ്ങൾക്ക് ശേഷമുള്ള പരസ്പരമുള്ള കൂടിക്കാഴ്ച. അവൻ്റെ മനസ്സിലേക്ക് പലതും കടന്നു വന്നു. വൈദേഹി, ഇവനെന്നു മുതൽ എവിടെ വന്നത്? രാജീവ് സാറല്ലായിരുന്നു അമ്മയെ നോക്കിക്കൊണ്ടിരുന്നത്? വിക്കി വിക്രത്തെ നോക്കിയിട്ട് വൈദേഹിയോട് പതിയെ ചോദിച്ചു. വൈദുവിന് ഉള്ളിൽ ചിരി വന്നു. വർഷങ്ങൾക്ക് ശേഷം 2 ശത്രുക്കളും പരസ്പരം കണ്ടതിൻ്റെ ഈർഷ്യയാണ് വിക്കിക്ക്. ഡോക്ടറാണെങ്കിൽ കണ്ടിട്ടും കാണാത്തതുപോലെ ഇരുന്ന് അമ്മയോട് സംസാരിക്കുന്നു. വിക്രം സാറാണ് ഈ ഹോസ്പിറ്റലിൻ്റെ പുതിയ ഓണർ.
രാജീവ് സാർ പോയപ്പോൾ വിക്രം സാറാണ് പുതിയതായിട്ട് ചാർജ് എടുത്തത്. വൈദു അവനോട് പറഞ്ഞു. ഇരുവരും പരസ്പരം എന്തോ സംസാരിക്കുന്നത് വിക്രം ഒളി കണ്ണാൽ കണ്ടു. അവൻ എന്തെന്നറിയാത്ത ദേഷ്യം വന്നിരുന്നു. ആൻറ്റി, ബി.പിയുടെ ടാബ്ലറ്റ് മാറ്റി എഴുതിയിട്ടുണ്ട്, പഴയത് കഴിക്കണ്ട. അടുത്ത തവണ വരുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരണം കേട്ടോ. വിക്രം അതും പറഞ്ഞ് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തു. അമ്മേ, മെഡിസിൻ ഞാൻ വാങ്ങിയിട്ട് വരാം. വൈദേഹി രാധികയോട് പറഞ്ഞിട്ട് ഡോറ് തുറന്നിറങ്ങിയപ്പോൾ പിന്നാലെ വിക്കിയും പോകുന്നത് കണ്ട് വിക്രം പല്ല് കടിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖഭാവം ശ്രദ്ധിച്ച രാധികയ്ക്ക് ചിരി വന്നു. അവൻ എന്തിനാ ഇപ്പോൾ വന്നത്? അറിയില്ല മോനെ, വൈദുവിനെ കാണാനോ എന്തോ സംസാരിക്കാനോ ഉണ്ടെന്നൊക്കെ തോന്നുന്നു. എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ. രാധിക ചിരിയോടെ എണ്ണീറ്റുകൊണ്ട് പുറത്തേക്ക് പോയപ്പോൾ വിക്രം നേഴ്സിനെ നോക്കി. ഇനി പേഷ്യൻസ് ഉണ്ടോ? ഇല്ല സർ. ശരി, ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. വിക്രം ഫോണും കൊണ്ടെഴുന്നേറ്റ് പുറത്തേക്ക് പോയി. മെഡിസിൻ വാങ്ങാൻ നിന്നപ്പോഴും വിക്കി ഒരു മാസ്ക് വെച്ചുകൊണ്ട് വൈദുവിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ക്യാഷ് വൈദു കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ വിക്കിയാണ് കൊടുത്തത്. അവൾക്ക് ആകെ അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു അവൻ്റെ സാമീപ്യം. കോറിഡോറിൻ്റെ അടുത്തെത്തിയപ്പോൾ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് പിന്നിലേക്ക് നിർത്തി. വൈദു ദേഷ്യത്തോടെ അവനെ നോക്കി. പുതിയ നാടകമാണോ? അല്ല, ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ്, സമ്മതിച്ചു. ഭാര്യയായ തന്നെ ഒരുപാട് അവഗണിച്ചു, വെറുത്തു. അവസാനം പരസ്യത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ് വിവാഹ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തു. തനിക്ക് ഒരുപാട് ഹേർട്ടായിട്ടുണ്ടെന്നറിയാം. എല്ലാത്തിനും സോറി. കൈകൂപ്പി പറയുന്നവനെ നോക്കി വൈദു തറഞ്ഞു നിന്നു. തനിക്കറിയോ, എൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഈ ഹോസ്പിറ്റലിൽ ഇപ്പോഴത്തെ MD. കോളേജിൽ ഞാൻ അത്യാവശ്യം തല്ലുകൊള്ളിയായിരുന്നു. അങ്ങനെ ഒരിക്കൽ എൻ്റെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ഒരുത്തൻ അവൻ്റെ ഗ്യാങ്ങിലെ ഒരു പെണ്ണിനെ കീറി പിടിക്കാൻ നോക്കി. പക്ഷേ അവൻ നൈസായി എൻ്റെ തല്ലിൽ കൊടവെച്ചു. അങ്ങനെ ആവശ്യമില്ലാതെ വിക്രത്തിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് തല്ല് കിട്ടി. വൈദു അറിയാതെ ചിരിച്ചുപോയി. വിക്കി അവളെ തന്നെ നോക്കി. ആദ്യമായിട്ടാണ് അവളെ ചിരിച്ചു കാണുന്നത്. അവൻ്റെ അധരങ്ങൾ അറിയാതെ വിടർന്നു. അന്നു മുതൽ അവനെ ഞാൻ എൻ്റെ ആജന്മ ശത്രുവായി പ്രഖ്യാപിച്ചു. പിന്നെ ഞങ്ങൾ തമ്മിൽ എപ്പോഴും പ്രശ്നമായിരുന്നു. ഞാൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് ആളുമാറി ടീച്ചേഴ്സ് വിളിക്കുന്നത് അവനെയായിരുന്നു. കോളേജിൽ അവൻ്റെ ലവർ ഉണ്ടായിരുന്നു, ഒരു നോർത്ത് ഇന്ത്യൻ ഹാഫ് മലയാളി, ദിശ. അത് പറഞ്ഞപ്പോൾ വൈദുവിൻ്റെ കണ്ണ് കൂർത്തു. എന്നിട്ട്? വൈദു ആവേശത്തോടെ ചോദിച്ചു. വിക്കി അവളെ മുഖം ചുളിച്ചു നോക്കി. അറിയാൻ എന്തൊരാവേശം! അസ്ഥിക്ക് പിടിച്ച പ്രേമമായിരുന്നു അവൾക്ക് ഇവനോട്. അങ്ങനെ അവന് കൊടുത്തുവിട്ട ഒരു ലെറ്റർ ആളുമാറി കിട്ടിയത് എനിക്കായിരുന്നു. ഞാൻ കരുതി അവൾക്ക് എന്നോടാണ് ക്രഷെന്ന്. ആ കത്തിലുള്ളതുപോലെ വൈകിട്ട് നെഹ്റു പാർക്കിൽ ഞാൻ അവളെയും കാത്തിരുന്നു. അവനെ പ്രതീക്ഷിച്ച അവൾ എന്നെ കണ്ട് മുഖം ചൊളിച്ചു. അവളുടെ കയ്യിൽ നിന്നും കിട്ടി ഒരു പടക്കം. ഇത്തവണ വൈദു അറിയാതെ പൊട്ടിച്ചിരിച്ചുപോയി. പെട്ടെന്ന് തന്നെ വാ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അവനും അവൾ ചിരിക്കുന്നത് കണ്ട് ചിരി വന്നു. വിക്രം ദൂരെ നിന്ന് വരുമ്പോൾ കണ്ടു പൊട്ടിച്ചിരിച്ചുകൊണ്ട് വായ പൊത്തുന്ന വൈദുവിനെയും അവളെ തന്നെ നോക്കി നിൽക്കുന്ന വിക്കിയെയും. വിക്രത്തിൻ്റെ കാലുകൾ ബന്ധിച്ചതുപോലെ നിന്നു. അവൻ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് അവരെ നോക്കി. എന്തിനെന്നറിയാതെ ഒരു ദേഷ്യം വരുന്നത് പോലെ. രണ്ടുപേരും ഒരുമിച്ച് നിന്നപ്പോൾ ആരോ നെറുകയിൽ അടിച്ചതുപോലെ ഒരു ഫീലിംഗ്. അവളത് പോയി അവനോട് പറഞ്ഞു. അവനും അവളെ ഇഷ്ടമായിരുന്നു അത്രേ. രണ്ടുപേർക്കും ഇടയിലാണ് ഞാൻ കളിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ എന്നെ തല്ലാൻ വന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയായി. അവസാനം പ്രിൻസിപ്പൽ റൂമിലെത്തി. ശിക്ഷയായിട്ട് കോളേജിലെ റാങ്ക് പ്രതീക്ഷയായിരുന്ന വിക്രം രാമകൃഷ്ണന് 7 ദിവസം സ്റ്റഡി ലീവും കൊടുത്തു. എനിക്കൊരു മാസം സസ്പെൻഷനും തന്നു. പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അവനൊരു ഡോക്ടർ മാത്രമായി. പക്ഷെ ഞാനിപ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ആക്ടറായി. 7 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ എനിക്ക് നേരത്തെ അറിയാം. വൈദു അവനെ നോക്കി പറഞ്ഞപ്പോൾ വിക്കി അവളെ സംശയത്തോടെ നോക്കി. ഒരാഴ്ച ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് വിക്രം സാറിൻ്റെ ബ്രദർ ഹിരൺമയ് സർ ഇക്കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ പറയാൻ ഒരു റീസൺ വേണ്ടേ? ഞാനാണ് നിന്റെ ഭർത്താവെന്ന് അവർ അറിഞ്ഞോ? നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ ഭാര്യ എന്ന ലേബലിലല്ല ഞാനിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ താലി കെട്ടിയ ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് അവർക്കറിയാം. ഒരിക്കലും പറയില്ലായിരുന്നു. പറയേണ്ടി വന്നൊരു സാഹചര്യം വന്നു. വൈദു അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഷേ, നീ ഇങ്ങനെ നാട്ടുകാരുടെ മുഴുവൻ പറഞ്ഞു നടന്ന ഞാൻ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് തെളിയില്ലേ? നിന്നോട് പ്രധാനപ്പെട്ടൊരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത്. വിക്കി നെറ്റി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. പറയൂ. എനിക്കൊപ്പം നീ ഒരു ലൈവ് വരണം. ഞാൻ പറഞ്ഞതുപോലെ ഒരാടിൽ അഭിനയിച്ച ഫോട്ടോ ആയിരുന്നു അതെന്നും ശ്രേയെ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ അന്നേരത്തെ സിറ്റുവേഷനിൽ ഇട്ടതാണെന്നും പറയണം. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ടാഗിൽ തന്നെ തുടരണം എനിക്ക്. അല്ലെങ്കിൽ എൻ്റെ കരിയർ, ഞാൻ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം എല്ലാം ഇല്ലാതാവും. വൈദേഹി, താൻ എന്നെ ഹെൽപ്പ് ചെയ്യണം.
വിക്കി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ നെഞ്ചിൽ ആരോ കത്തി കുത്തി ഇറക്കുന്നത് പോലെ തോന്നി അവൾക്ക്. ഉള്ളിൽ സൂക്ഷിച്ച ചെറിയൊരു പ്രതീക്ഷയുടെ തിരുനാളം പോലും കെട്ടുപോയിരുന്നു. ആദ്യമായി ഒരുപാട് സമയം അവൻ സംസാരിച്ചപ്പോൾ, തൻ്റെ പേര് വിളിച്ചപ്പോൾ എവിടെയോ ഒരു പ്രതീക്ഷ മുളച്ചിരുന്നില്ലേ? പക്ഷെ ഇപ്പോ എനിക്ക് എത്ര പ്രതിഫലം തരും? വൈദു അവനിൽ നിന്നും കൈകൾ അടർത്തി മാറ്റിക്കൊണ്ട് ചോദിച്ചു. വിക്കി അവളെ സംശയത്തോടെ നോക്കി. എനിക്ക് എത്ര പ്രതിഫലം തരുമെന്ന്? നിങ്ങളുടെ കൂടെ അഭിനയിക്കുന്നതിന് ചോദിക്കുന്നത് തരാം. നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസാക്ഷിയുണ്ടോ? ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മുന്നിൽ നിന്ന് നിങ്ങളിത് പറയില്ലായിരുന്നു. നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? മുഖമടച്ചൊരെണ്ണം തരാൻ അറിയാത്തത് കൊണ്ടല്ല, എൻ്റെ കഴുത്തിൽ പേരിനൊഴി താലി ചാർത്തിയ ആളായിപ്പോയി താൻ. വൈദേഹി ഒരിക്കലും നിങ്ങൾ പറയുന്ന ആവശ്യം അംഗീകരിക്കില്ല. ഇനി മേല ഇതും പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വരരുത്. ചൂണ്ടുവിരലുയർത്തി അവനെ നോക്കി തറപ്പിച്ചു പറഞ്ഞുകൊണ്ട് കലങ്ങിയ കണ്ണുകളോടെ തിരിഞ്ഞു നടന്നവൾ കണ്ടത് മുന്നിൽ കൈകൾ മാറിൽ പിണച്ചു കെട്ടിക്കൊണ്ട് നിൽക്കുന്ന സഞ്ജുവിനെയാണ്. അവൾ കരഞ്ഞുകൊണ്ട് തൻ്റെ നെഞ്ചിൽ മുഖമമർത്തി നിന്നു. ദൂരെ നിന്നിരുന്ന വിക്രം അത് കണ്ട് സംശയത്തോടെ നോക്കി. നാണമില്ലേ വൈദു നിനക്ക് ഇയാളോട് സംസാരിക്കാൻ? സഞ്ജു അവളെ അമർഷത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. നീ ഇതിലിടവേണ്ട, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. വിക്കി അവനെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് നിങ്ങൾ തമ്മിൽ എന്തു ബന്ധമാണുള്ളത്? തൻ്റെ പെട്ടെന്നുള്ള ഈ വരവ് എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ട് തന്നെയാണെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് താൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവളെ തിരക്കി ഇറങ്ങിയത്. തൻ്റെ ഉദ്ദേശം എന്തായാലും അത് നടക്കില്ല. താൻ കെട്ടിയ താലി പോലും ഉപേക്ഷിച്ചവളവൾ. വൈദുവിൻ്റെ മനസ്സിൽ താൻ എന്ന വ്യക്തി പോലും ഇല്ല. മേലിൽ ഒരവകാശവും പറഞ്ഞ് പിന്നാലെ വരരുത്. വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെണ്ണാണ്. ലാസ്റ്റ് വാചകം സഞ്ജു പറഞ്ഞപ്പോൾ വിക്കിയും വൈദുവും അവനെ ഞെട്ടിക്കൊണ്ട് നോക്കി. എന്താ വിവാഹമോ? എന്താ കേട്ടിട്ടില്ലേ? വിവാഹം, സഞ്ജു കുറച്ച് നീട്ടിക്കൊണ്ട് പറഞ്ഞു. വിക്കി വൈദുവിനെ നോക്കി.